ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അഡോളസൻസ് എന്ന മിനി വെബ് സീരീസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇത് 4 എപ്പിസോഡായിട്ടാണ് ഈ വെബ് സീരീസ് ഉള്ളത്. ഇതൊരു ഇംഗ്ലീഷ് വെബ് സീരീസാണ്. ക്രൈം ഡ്രാമ കാറ്റഗറിയാണ് ഈ വെബ് സീരീസ് വരുന്നത്. ഇതിൻ്റെ ക്രിയേഷൻ ആൻഡ് റിട്ടൺ വന്നിട്ട് ജാക്ക് ടോൺ ആൻഡ് സ്റ്റീഫൻ ഗ്രഹാം ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സ്റ്റീഫൻ ഗ്രഹാം, ആഷ്ലി വോൾട്ടേഴ്സ്, ഔവൻ കൂപ്പർ, മാർക്ക് സ്റ്റാൻലി, ജോ ഹാർട്ട്ലി തുടങ്ങിയവരൊക്കെയാണ്. കുട്ടികൾ ഉൾപ്പെട്ട ചില ക്രൈംസ് UK-യിൽ നടന്നതായി ചില ന്യൂസുകൾ പുറത്തു വന്നിരുന്നു. അതിനെ ബേസ്ഡ് ഓൺ എ ട്രൂ ഇവൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ബേസ് ചെയ്ത് ഇറങ്ങിയ ഒരു വെബ് സീരീസാണിത്. ഇതിൽ ഓരോ എപ്പിസോഡും ഒറ്റ കണ്ടിന്യൂസ് സിംഗിൾ ഷോട്ടായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു കട്ടോ എഡിറ്റോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ സംഭവം നമ്മൾ നേരിൽ കാണുന്ന ആ ഒരു ഫീലിങ്ങോടെ നമുക്കിത് കാണാൻ പറ്റും. പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പോയിന്റുകൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വയലൻസ് ഒന്നും അധികമില്ലെങ്കിലും ചില സീനുകളൊക്കെ നമ്മളെ ഒന്ന് അസ്വസ്ഥരാക്കും. പ്രത്യേകിച്ച് ഒരു പാരൻസ് ആണെങ്കിൽ, നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഒന്ന് അസ്വസ്ഥരാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരിക്കലും ആസ്വദിച്ച് കാണാൻ പറ്റിയ സിനിമയല്ല. ഇതിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യം പോലും ഈ സീരീസിലില്ല. പക്ഷേ നമ്മൾ പാരൻസിനായാലും ഇത് കാണുന്ന ആരായാലും ഇത് പല കാര്യങ്ങളും ചിന്തിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതിലെന്താണെന്ന് പറയാം. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കാണിക്കുന്നത് ജെയ്മി എന്ന 13-കാരൻ തൻ്റെ സഹപാഠിയായ ഒരു പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്നു. അപ്പോൾ എങ്ങനെയാണ് കൊല്ലുന്നത്, അവൻ കൊല്ലാനുണ്ടായ സാഹചര്യം എന്താണ്, അതൊക്കെയാണ് ഈ 1ാം എപ്പിസോഡ് കാണിക്കുന്നത്. ഇത് 2ാം എപ്പിസോഡിൽ വന്നിട്ട് ഇതിൻ്റെ അന്വേഷണ പുരോഗതിയൊക്കെയാണ്. ഈ 2ാം എപ്പിസോഡിൽ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മകൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പുതുതലമുറയിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ചില, അതായത് സോഷ്യൽ മീഡിയ റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കോഡുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ശരിക്കും അദ്ദേഹത്തിന് അതൊരു ഞെട്ടിക്കുന്ന ഒരു പുതിയ അറിവാണ്. പുതിയ കാലത്ത് ഈ കുട്ടികൾ ഇങ്ങനെയുള്ള കോഡുകളൊക്കെ ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിലോ ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ 2ാം എപ്പിസോഡ് പോകുന്നു. 3ാം എപ്പിസോഡാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. 3ാം എപ്പിസോഡിൽ ജെയ്മിയും സൈക്കോളജിസ്റ്റായ ബ്രയോണിയും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ്. ഇത് ഇന്ന് ഈ ലോകത്ത് സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന ഓരോ ക്രൈമും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും, ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതെന്നും അതെങ്ങനെയാണ് അവരുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 4ാം എപ്പിസോഡ് നമ്മുടെ ജെയ്മിയുടെ ഫാമിലിയെ കാണിക്കുന്നുണ്ട്. ഒരച്ഛൻ, ഒരു സഹോദരിയാണ് അവനുള്ളത്. അവരെല്ലാവരും പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും അവരവരുടെ ലോകത്താണ് ഓരോരുത്തരും, അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അവൻ്റെ ഒറ്റപ്പെടൽ ഒരിക്കലും, ഈ ജെയ്മി എന്ന 13-കാരൻ്റെ ഒറ്റപ്പെടൽ ഒരിക്കലും അവൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ അമ്മ മകനെക്കുറിച്ച് പറയുമ്പോൾ വാതിലടച്ച് എപ്പോഴും സ്ക്രീനിന് മുന്നിൽ ഇരിക്കുന്ന മകനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്ത കുറ്റബോധം നിഴലിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ 1 വർഷത്തിലേറെയായി മകൻ കൊലക്കേസ് വിചാരണ നേരിടുന്നതിൻ്റെ നിസ്സഹായതയും സങ്കടവും നിരാശയും ഒക്കെ നമുക്ക് ആ ഫാമിലി മെമ്പേഴ്സ് കാണാം. ആ പാരൻസ് അവൻ്റെ ഒറ്റപ്പെടലൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പോലും ചിന്തിക്കുന്ന തരത്തിലാണ് ആ ഒരു സീനും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്ററായ സ്റ്റീഫൻ ഗ്രഹാം തന്നെയാണ് ജെയ്മിയുടെ ഫാദറായിട്ട് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ജെയ്മി എന്ന കഥാപാത്രം ചെയ്തത് ഔവൻ കൂപ്പർ എന്ന ഒരു കുട്ടിയാണ്. 15 വയസ്സുകാരനാണ്. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഭിനയത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് സത്യം തന്നെ മനസ്സിലാകില്ല. അത്ര മനോഹരമായിട്ടാണ് ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഓരോരുത്തരും ഉണ്ടല്ലോ, നമ്മൾ പ്രേക്ഷകനെ കൂടി അവർക്കൊപ്പം ചിന്തിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊപ്പം സഞ്ചരിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ ആ കഴിവിനെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അവരുടെ ആ അഭിനയിച്ച അവരുടെയൊക്കെ കഴിവ് പ്രശംസന അർഹിക്കുന്നത് തന്നെയാണ്. ഇന്നത്തെ കുട്ടികൾ സ്വന്തം മാതാപിതാക്കളും ഫാമിലിയുമായും ഒക്കെ ഡിസ്കണക്റ്റഡ് ആണ്. പക്ഷെ അവരിന്ന് ലോകം മുഴുവനുമായും കണക്റ്റഡ് ആണ് എന്നൊരു കാര്യം ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സത്യമാണെന്നത് ഈ വെബ് സീരീസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ ഉറപ്പായും നിങ്ങളിത് കണ്ടിരിക്കണം. പാരൻസ് മാത്രമല്ല, കൗമാരക്കാരായിട്ടുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ കാണാൻ പറ്റുന്നത് തന്നെയാണ്. കാരണം വയലൻസ് ഒന്നും അധികമില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് പാരൻസിന് വേണ്ടി അല്ലെങ്കിൽ പാരൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ഈ സീരീസ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ ഉറപ്പായും
നിങ്ങളെ അത് ഒന്നുകൂടി ചിന്തിപ്പിക്കും. ഞാനൊരു നല്ല പാരൻ്റ് ആണോ എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കും. ഇപ്പോഴത്തെ ഈ പാരൻറ്റിങ് രീതിയിൽ മാറ്റി ഒരു ചേഞ്ച് വരാൻ ഈ വെബ് സീരീസ് എന്തായാലും നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മസ്റ്റ് വാച്ച് സീരീസ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് എന്തായാലും പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.